ഡിഫൻഡേഴ്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ ഈ നാടിന്റെ കാരണവർ നടത്തളത്തിൽ അബൂബക്കർ ഹാജി നിർവഹിക്കുകയാണ്. ഈ മേളയുടെ രക്ഷാധികാരിയും സ്പോൺസറുമായ മതരാഷ്ട്രീയ ഭേദമന്യേ ഈ നാടിന്റെ സ്പന്ദനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അബൂബക്കർ ഹാജിക്ക് 1000 സ്വാഗതം. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ അബൂബക്കർ ഹാജിയെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മേളയുടെ രക്ഷാധികാരിയും സ്പോൺസറുമായ അബൂക്കയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സന്തോഷ മുഹൂർത്തം ഇവിടെ ഒരുക്കിയ ക്ലബ് അംഗങ്ങളെ, എന്റെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനെത്തിയ പ്രിയ നാട്ടുകാരെ, നമസ്കാരം. നാം ഏവരെയും പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഈ വൈകിയ വേളയിൽ കൂടുതൽ നീട്ടുന്നില്ല. ആവേശഭരിതരായി നിൽക്കുന്ന നമ്മളുടെ പിള്ളേര് കളി തുടങ്ങട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഈ ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹ്. മോനൊരു കാര്യം ചെയ്യേ, ഏകോപന സമിതി ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്. നാളെ മഗ്‌രിബിന് ശേഷം ഒരു സൂം മീറ്റിംഗ് നടത്തുന്നു. എന്നിട്ടൊരു ലിങ്ക് ഉണ്ടാക്കി ഗ്രൂപ്പിലേക്ക് ഇട്ടേക്ക്. അതെ, പറ്റിയൊരു ദിവസം നോക്കി കൾച്ചർ സെന്ററിൽ ഒരു ഓഫ്ലൈൻ മീറ്റിംഗും വെക്കാം. നിങ്ങൾ ബേജാറാവണ്ട, ഈ അബൂക്കയല്ലേ ഉള്ളത്. റബ്ബ് നമ്മളോടൊപ്പമുണ്ട്. എടാ, പിന്നെ എല്ലാ പള്ളിയിലും ബോർഡ് വെക്കാൻ ഏർപ്പാട് ചെയ്യണം, മറക്കരുത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ജോസേ, എവിടെ എത്തിടാ? കമ്പിളിക്കണ്ട് എത്തിക്ക. കാടാണ്, ശ്രദ്ധിച്ചു പോരെ. ഇവിടെ നല്ല മഴയുണ്ടോക്ക. ഞാൻ ഇച്ചിരി വഴുകൂട്ടാ. കരുത്തെനിക്കില്ല നിന്റെ ദിക്റുകളല്ലാതെ, കനിവുടയോനെ നിന്നിൽ സുജൂദിലാക്കിയിടല്ലാ. കളങ്കത്തിലാവതുള്ളം കരുതുവാനോർക്കുമ്പോൾ കഴുകിത്തലോടി എന്നെ കവിതയാക്കുന്നോനേ, കഴുകിത്തലോടി എന്നെ കവിതയാക്കുന്നോനേ. വലൈക്കുസ്സലാം. എന്താ നടന്നു വന്നിന്ന്? ജോസ് കൊണ്ടുപോയിക്കണ മോനെ. അബൂക്ക ഫുട്ബോൾ മേള കലക്കിട്ടാ. നീ അവിടെ കൊറേ നാളായില്ലേക്കാ, ഒരുപാട് പേരിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു.
ചില തിരിച്ചടികൾ നല്ലതാ. ആ കഫിൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പിള്ളേരുടെ മയ്യത്ത് കണ്ടിട്ട് ഓ എന്റെ പൊന്നു ചങ്ങാതി. കുഞ്ഞുമതേ, 3 ചായ, 1 മധുരം കുറച്ച് മതി കേട്ടോ. നടത്തുമെന്നും നീ എന്താ കുഞ്ഞുമതേ ഇങ്ങനെ ആലോചിച്ച് നിക്കണേ? ആ ഗസയിലെ വാർത്ത കേട്ടിട്ടേ എന്ത് പറയാനാ. നമുക്ക് ദുആ ചെയ്യാം, അല്ലാണ്ട് അത് ചെയ്യാൻ പറ്റും. അടുത്ത ആഴ്ച മഹല്ല ഏകോപന സമിതിയുടെ പലസ്തീൻ റാലി നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പങ്കെടുക്കണോട്ടാ. സിൻവാർ പറഞ്ഞു. ദേ കൈമൾ വക്കീലല്ലോ. സമാധാനം പുലരണമെന്ന് UN സെക്രട്ടറി ജനറൽ. കുഞ്ഞുമതേ, നമ്മുടെ വക്കീലിന്റെ സ്പെഷ്യൽ ചായ അങ്ങോട്ട് പോരട്ടെട്ടാ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണേക്കാ. ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ലക്നൌവിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. ഇംഗ്ലണ്ടിന് 5 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമായിരുന്നു. അപ്പോക്കരെ ഗോഡവന്റെ വാടക താൻ ചെക്കായിട്ട് വേണോന്ന് പറഞ്ഞിരുന്നല്ലോ. ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് കൊണ്ടുവരാം. അത് ഉച്ച കഴിഞ്ഞ് വന്നാ മതി. രാവിലെ തനിക്കറിയാലോ ഉമ്മാടെ ആശുപത്രി കേസ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. നമസ്കാരം വക്കീലെ. നമസ്കാരം. ഉമ്മാനെ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയി കേട്ടല്ലോ, എന്താ പറ്റിയേ? അത് ഇത്തിരി സോഡിയം കുറഞ്ഞു പോയതാ. പ്രായത്തിന്റെ ഇടക്കേറെ എല്ലാ ഇച്ചിരി ഉണ്ട്. പിന്നെ ജാഫറിനെ കൂട്ടു നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാനും അവനും അല്ലേ മക്കളായിട്ട് നാട്ടിലുള്ളൂ. ജോസഫ് അല്ലേ വരുന്നത്? തന്റെ വണ്ടിയാണല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. ഇന്നലെ ഞാൻ കൊടുത്തു വിട്ടായിരുന്നു. തന്റെ ഉമ്മാനൊന്ന് കാണണമെന്നുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ. മെഡലുകൾ എന്ന നാഴികക്കല്ല് പിന്നിട്ട ജോസേ, നിക്കടാ. നരേന്ദ്രമോദി അഭിനന്ദിച്ചു. എല്ലാവരോടും അസ്സലാമു അലൈക്കും. വൈകിട്ട് വീട്ടിലേക്ക് പോവാ. ശരി ശരിടോ. വണ്ടി എടുക്കടാ, നമുക്ക് പോവാം. എങ്ങോട്ടേക്കാ? മമ്മാലിയുടെ കട വരെ. ശരി അബൂക്ക. നല്ല ഉറക്ക ക്ഷീണമുണ്ട്. അതൊക്കെ ശരി. എങ്ങനെ ഉണ്ടായടാ മാമോദിസൊക്കെ? മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് നടന്ന പോക്ക. ഞങ്ങളൊക്കെ നല്ല ഹരത്തിലായിരുന്നു. ജൂബി കൊച്ചിന്റെ മോളുടെ മാമോദിസെ എന്ത് പെട്ടെന്ന കാലം കടന്നു പോണേ. അവളുടെ കല്യാണത്തിന് ഞാനും വാപ്പയും ഇന്നലെ കൂടിയ മാതിരി ഇരിക്കണേ. കാലം പോയ പോക്കേ അല്ലടാ ജോസേ. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാണ്. മനുഷ്യന്മാർക്ക് പൊതുവെ മാറ്റങ്ങൾ വരാണ്. അതെ അതെ അതെ. മമ്മാലിയുടെ നല്ല പോത്തണ്ടോ. വണ്ടി ഉള്ളിലേക്ക് കയറ്റി നിർത്തടാ ജോസേ. മമ്മലിക്ക ബിരിയാണി പീസ് അല്ലേ? ബിരിയാണി പീസ്. ഫോൺ ചെയ്തൊരു 1.5 കിലോ ഇറച്ചി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? ഏഹേ, ഒന്നടങ്ങിക്കടവുള്ള ചങ്കിന്റെ ഭാഗം 1 കിലോ തരാമാ? ചങ്ക് വീസനാണെങ്കിൽ വരാൻ നിക്കണ്ട. ഞാൻ ഇറക്കണ പോത്തിനൊക്കെ ഒരൊറ്റ ചങ്കുള്ളൂ. കയ്യും കാലൊക്കെ ആണെങ്കിൽ അരട്ടുണ്ടാവും. തനിക്കാണെങ്കിൽ ആ കൈക്കുറവിന്റെ കഷ്ണം 1.5 കിലോ നുറുക്കി വെച്ചേക്കാം. മമ്മാലി, ബൂക്കാണല്ലോ. എന്റെ കോട്ട വീട്ടിലേക്ക് കൊടുത്ത് വിട്ടേക്കിട്ടാ. നേരം വൈകരുതിട്ടാ. 1 കിലോ 1 കിലോ വേറെ എടുത്തോ. ഇരിക്കട്ടടാ, വീട്ടിലെല്ലാരും കഴിച്ചോളൂല്ലേ? ഏറ്റി വീട്ടിലേക്ക് എത്തിയിരിക്കും. നെഞ്ചടി അച്ഛാ കട്ട്കരോ സംജനീ നെഞ്ചി നീച്ച പീസ്. ഒന്നെങ്കിൽ മലയാളത്തിൽ പറ, ഒന്നെങ്കിൽ ഹിന്ദിയിൽ പറ. നെഞ്ചടി എന്താണെന്ന് എനിക്കറിയാം. കുറെ നേരമായി നെഞ്ചടി. അന്ന് ശരിയാ പൂക്ക, ഞാൻ പോയിക്കോട്ടെ. നിക്കടാ, ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട പൂക്ക, നല്ല ഉറക്ക ക്ഷീണമുണ്ട്. കിടക്കട്ടെ കുറച്ചു നേരം. സൗകര്യം പോലെ വീട്ടിലേക്കൊക്കെ വാട്ടാ. ആ ശരി ആയിക്കോട്ടെ, ഞാൻ വീട്ടിലേക്ക് വരാം. സലാം. അബൂക്കയുടെ കാറ് ഇടക്ക് ജോസഫ് കൊണ്ടുണ്ടല്ലോ. അതുകൊള്ളേ അവന്റെ അപ്പം മത്തായി നമ്മളെ വാപ്പാടെ വലങ്കയ്യ. അത് ശരി. അന്നൊക്കെ ഞാനും ജോസും ഒക്കെ പ്രായത്തിൽ ചെറിയ മാറ്റം ഉണ്ടെങ്കിലും നടത്തളത്തെ തറവാട്ടുമുറ്റത്ത് ഒന്നിച്ച് വളർന്നതല്ലേ. ഞങ്ങൾ ഇപ്പോഴും ചേട്ടന്യന്മാരെ പോലെയാ. കൊറോണ കാലത്ത് അവന്റെ ഇടപാടൊക്കെ ഒന്ന് ഇരുന്ന് പോയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല പാവം. ഹലോ, വാലേക്കും സലാം. ആ സീനത്തെ 10 മണിക്ക് വന്നാ മതി എന്നല്ലേ പറഞ്ഞു. ഞാൻ ദേ വന്ന്. ബാബു വരുമ്പോ വണ്ടി ഒന്ന് കഴുകിയിട്ടേക്കാൻ പറഞ്ഞു കേട്ടാ. ജാഫർ വിളിച്ചായിരുന്നു. എന്തു പറഞ്ഞു? കൊഴപ്പൊന്നുമില്ല, അൽഹംദുലില്ലാ. റിപ്പേറ്റ് തീരാറായി. ഒരു 10:30-11 മണിയാകുമ്പോ ഡിസ്ചാർജ് ആവും. ഇപ്പൊ ഉറങ്ങണെന്നാ പറഞ്ഞു. വേഗം പോരാൻ പറ്റിയാ മതിയായിരുന്നു. ആ ബാബു എപ്പ എത്തിയടാ? വന്നോളൂക്ക.
ഇക്ക എപ്പോഴാ ആശുപത്രിയിലേക്ക് പോണേ? അത് പോവാടോ. പിന്നെ മമ്മാലി ഇറച്ചി കൊണ്ടുവന്നിരുന്ന ഉവ്വ 2 വിറ്റുണ്ടായിരുന്നല്ലോ. അതിലൊരു പതിയെ ആ ജോസിന് മേടിച്ചാണ്. ആ ലോഹിയുടെ അങ്ങോട്ട് കൊടുത്തു വിട്ടേ കേട്ടാ. ഇക്ക ഉമ്മാനെ വിളിക്കാൻ ആശുപത്രിയിൽ പോകുമ്പോ ഞാനും വന്നിട്ടാ. എനിക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ബിരിയാണി അരി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. തിരിച്ചു വരുമ്പോ ഞാൻ ബാബുവിനെ വിളിച്ച് വന്നോളാം. നിങ്ങൾ പോയി കുളിക്കാൻ നോക്കൂ, ഞാനും വന്നിട്ടുണ്ട്. എന്നാ ആയിക്കോട്ടെ. ജോണിക്കുട്ടിയാ, എന്താടാ രാവിലെ തന്നെ? അപ്പച്ച പത്രം തരാൻ പറഞ്ഞേ. നീ തിരിച്ചു വരുമ്പോ ഞങ്ങളിവിടെ ഉണ്ടാവില്ല കേട്ടാ, പുറത്തോട്ട് പോകും. തിരിച്ചു വരുമ്പോ പത്രം ഈ ടീപ്പോയിലേക്ക് വെച്ചിരുന്നാ. ജോണിക്കുട്ടി പോവല്ലേ? ഇത് അമ്മച്ചിക്ക് കൊടുത്തേക്ക്. ആ മനാഫ് എന്തിത്താ? ആ പറഞ്ഞ മാതിരി പുള്ള എന്തിയേ? ആ പുള്ള പന്തായിട്ട് ആ പാടത്തേക്ക് പോയിട്ടുണ്ട്. സീനത്തെ ഫാൻ എന്നിട്ടടി. ഈ തുണിയും കുപ്പായം ഇങ്ങനെ ഊരിയറിയില്ലെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലേ? എന്റെ പൊന്നോ, ഇങ്ങനെ ഒരു മനുഷ്യൻ. സ്ഫോടനം, ഒരു മരണം, 25 പേർക്ക് പരിക്കുന്ന പ്രാഥമിക ഒരാളുടെ പ്രാർത്ഥനാഹാളിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റവരെ കണ്ടില്ലേ? ഏതോ കുരുത്തം കെട്ട ഗ്രാമങ്ങള് കൈവിട്ട കളി കളിച്ചേക്കാണ്. CCTV ഉൾപ്പെടെയുള്ള ഇതിനിപ്പോ ആര് ചെയ്തതായാലും ഈ സമുദായം ഉത്തരം പറയേണ്ടി വരില്ലേ? കടന്നുപോയി എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. രാവിലെ 9 മണിക്ക് ശേഷമാണ് പ്രാർത്ഥനാ ഹാളിൽ പൊട്ടിത്തെറി നടന്നത്. ഹലോ, സംഘടനകൾക്ക് വലൈക്കുസ്സലാം. ഞാൻ ടിവിയുടെ മുമ്പിലുണ്ട്. എന്ത് പറയാനാ, ഇനി നമ്മുടെ റാലിയൊക്കെ നടക്കുവോ? വന്ന് നാസ്ത കഴിക്കൂ. ഇപ്പൊ നാസ്ത ഒന്നും വേണ്ട, ഈ ഒരു കട്ടൻ ചായ ഇങ്ങനെ എടുത്ത്. DGP മാധ്യമങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. CCTV കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഹലോ ശ്രീത്തെ, നിന്റെ വീട്ടുപേര് നടുത്തളത്തിൽ എന്നല്ലേ? നടുത്തളത്തിൽ നിന്നാണ്. അതെ ജാഫു. അപ്പൊ അബൂബക്കർ? ജ്യേഷ്ഠനാണ്. എന്താ ശ്രീത്തെ? നിന്റെ ഇക്കാനോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. നിങ്ങൾക്കൊരു നീല ബലോന കാറില്ലേ? എനിക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. എന്താ ശ്രീജി, വല്ല പ്രശ്നമുണ്ടാ? വെച്ചോ സാർ. എടാ ശ്രീത്തെ, ഹലോ 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 ഹലോ. പ്രദേശത്തെ റോഡുകളെല്ലാം സുരക്ഷയുടെ ഭാഗമായി അടച്ചു വച്ചിരിക്കുകയാണ്. CCTVയിൽ നിന്നും ഒരു നീലക്കാർ സംഭവം നടന്നയുടനെ. വാലൈക്കും സലാം. ജാഫറേ, വാർത്ത കേട്ടില്ലായിരുന്ന? ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ നിക്കണ്ടാ, ഉമ്മാനെ ഞാൻ കൊണ്ടുപോയി. അത് സാറില്ലടാ, എന്നാലും ഞാൻ വരാ. ഉമ്മാക്ക് വിശേഷം ഒന്നുമില്ലല്ലോ? ഏയ് കൊഴപ്പൊന്നുമില്ല. എന്നാ നീ കൊണ്ടുപോയിക്കോ. സീനത്തെ പുറത്തേക്കൊക്കെ പിന്നെ പോവാ. ജാഫറും മന കൊണ്ടേക്കോളൂ. തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അന്വേഷണ ഏജൻസികൾ തന്നെ വെളിപ്പെടുത്തുമെന്ന് സംഭവ സ്ഥലത്ത് നിന്ന് അതിവേഗത്തിൽ പോയ ഒരു നീല ബലേനോ കാറിന്റെ CCTV ആ കാർ അബൂക്കയുടെ കാർ പോലെ ഉണ്ടല്ലോ. സ്ഫോടനം നടന്നയുടൻ ഹലോ, സുപ്രധാന വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അന്വേഷണ ഏജൻസികൾ തന്നെ വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോലിക്കുട്ടി പെട്ടെന്ന് വന്നതാ. എന്താ പച്ചാ? ഞാൻ പത്രം കൊണ്ട് അബൂക്കയുടെ വീട്ടിൽ തിരിച്ചത്.
നീ അവിടെ പോയിട്ടുമില്ല, പത്രം വാങ്ങിച്ചിട്ടില്ല. അപ്പച്ചൻ എന്തുണ്ടെങ്കിൽ പറയണേ. നീ അവിടെ പോടാ, ഞാൻ പറയണേക്ക്. എന്റെ മാതാവേ, ഇന്നലെ കാർ എന്റെ എന്തിനാ ജോണിക്കുട്ടി പെട്ടെന്ന് പോണത്? അപ്പച്ചനോട് നിക്കണ്ടെന്ന് പറയണ. ആ നിക്കൂളേ. എന്താ ഈ പുള്ളക്ക് പറ്റിയത്? എന്താ ഈ മനുഷ്യന്മാർക്കൊക്കെ പറ്റി? ആ ജാഫറെ. അസ്സലാമലൈക്കും. വാലേക്കും സലാം. പിന്നെ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങള് കൺവെൻഷൻ സെന്ററിന്റെ ഭാഗത്തേക്ക് ഇപ്പൊ വരാനേ നിക്കണ്ട. ഉമ്മാനെ ഞാൻ കൊണ്ടുപോവാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നന്നായി നന്നായി. നീ ഉമ്മാനെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഹലോ ഹലോ, മിസ്റ്റർ അബൂബക്കർ ഹാജി അല്ലേ? അതെ, CI ആണ് സംസാരിക്കുന്നത്. ആ ആ, താങ്കളല്ലേ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഫലസ്തീൻ റാലിയുടെ കൺവീനർ? സാഹിബ് വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? സാറേ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പുറത്തേക്ക്. ഓക്കെ, എന്താ വേണ്ടേ? റാലിയുടെ പെർമിഷൻ സംബന്ധിച്ച് ഇപ്പോഴത്തെ സന്ദർഭത്തില് ചില പ്രശ്നങ്ങളുണ്ട്. സാഹിബ് വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? സാധാരണ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ പരിപാടിയില് ഏതെങ്കിലും വിദേശ വക്താക്കൾ ഓൺലൈനിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ തീരുമാനമൊന്നുമില്ല സാറേ. എന്താ സാറേ പ്രശ്നം? SP ഒന്ന് നേരിട്ട് കാണണം, പറഞ്ഞ പോലെ. ഓക്കെ, സുബ്ഹാനല്ലാഹ്, ഇനി എന്തൊക്കെ കാണണം. ഇവനൊക്കെ വളർന്നു വരുമ്പോഴേക്കും നാടിന്റെ അവസ്ഥ എന്താവോ റബ്ബേ. ഇതിൽ എടുത്തു പറയേണ്ട സുപ്രധാന വിവരം, സുപ്രീം കോടതി ഒഴിവാക്കിയെന്ന് പറയപ്പെടുന്ന കുപ്രസിദ്ധ മാലായിക്കുളം കേസിൽ ഉൾപ്പെട്ട യുവാക്കളെ ഇതിനകം കരുതൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതായാണ് ലഭിക്കുന്ന പുതിയ വിവരം. പോലീസിന്റെ ഈ ചടുലമായ നീക്കം അപ്പോഴേക്കും ചാനൽ മാറ്റി. മോനെ, ആ ന്യൂസ് ചാനൽ തന്നെ ഒന്ന് വെക്ക്. മനുഷ്യന്മാർക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് ആദ്യം അറിയട്ടെ. മുതിർന്ന മാധ്യമ പ്രവർത്തകനും നിരീക്ഷകനുമായ സജീവ് സോമശേഖരൻ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയതായി അറിയുന്നു. സാധിക്കാണല്ലോ. ഹലോ, ആ എന്ന് വെച്ച് മനസ്സിലായില്ല. എന്താ നീ പറയണേ? ഞാൻ അറിഞ്ഞതനുസരിച്ച് ഇക്കാനെ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ ആ വഴിക്കാണ്. ഞാൻ മാറി നിൽക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഒളിവിൽ പോയ അബൂബക്കർ ഹാജി എന്ന് വാർത്ത വരുന്നതിലും നല്ലത് അറസ്റ്റിലായ അബൂബക്കർ ഹാജി എന്നാണ്. ശരി, മുകളിലുള്ളവർക്കാണ്ട് പിടിച്ചോണ്ട് ഓർഡർ ഇട്ടാൽ മതി. ഇയാളൊക്കെ അവിടെ പിടിച്ച് അറസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വിലത്തുനിന്ന് നമ്മളെ പിടിച്ചു നിർത്തേണ്ട വല്ല ആവശ്യമുണ്ടെന്ന്.
മോഹനയുടെ ആനതാലം എന്ന് പറയപ്പെടുന്ന ഒരു ഗുജറാത്ത് സ്വദേശിയാണ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. താടിയും തൊപ്പിയുമുള്ള ഈ യുവാവിന് തിരിച്ചറിയൽ രേഖകളില്ല എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇയാളുടെ ഇതര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനായി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനാണ് സാധ്യത. മോഹൻ കേൾക്കുന്നുണ്ടോ? അതേയാള് വരുന്നുണ്ട്. എന്തേത് സാഹിബ്, ക്ഷമിക്കണം, പുറത്തേക്ക് വരരുത്. നിസ്കരിക്കാൻ പള്ളി പോകാൻ പാടില്ലേ? ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് സാഹിബേ. മുകളിൽ നിന്നുള്ള ഉത്തരവ് ഞങ്ങൾക്ക് പാലിച്ചേ പറ്റൂ. സാഹിബ് തൽക്കാലം വീട്ടിൽ നമസ്കരിക്കുക. ഞങ്ങളോട് സഹകരിക്കണം പ്ലീസ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ വണ്ടി ഒന്ന് ഇത്തിരി മാറ്റിയിട്. വീട്ടിൽ ഭാര്യയും പിള്ളേരുണ്ട്, അവരെ പേടിപ്പിക്കണ്ട. ഹലോ, ഇത് ജോസഫ് അല്ലേ സംസാരിക്കുന്നത്? അതെ. ഇത് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ആ സാറേ. അബൂബക്കർ എന്ന ആളുടെ കാർ ഉപയോഗിക്കാറുണ്ടോ? അതെ അതെ അതെ. ജോസഫ് മണിത്തുരുത്ത് ഭാഗത്തുണ്ടോ ഇപ്പൊ? ഞാൻ ഇവിടെ എടുത്തിട്ട് സാറേ. നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ഹാജരാവണം. ഞാൻ വരാം. എത്രയും പെട്ടെന്ന്. ഇപ്പൊ വരാം. ഇനി ഇതാരാണോ? ഹലോ ജോസേ, നീ എവിടെ? എനിക്കൊന്ന് പെട്ടെന്ന് കാണണമല്ലോ. അബൂക്ക എങ്ങനെ കാറുകൊണ്ട് പോയത്? പലരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒന്നും വിശ്വസിച്ചില്ല. നിങ്ങൾ എന്നെ ശരിക്കും ഉപയോഗപ്പെടുത്തായിരുന്നല്ലേ? അബൂക്ക എന്നോട് വേണ്ടായിരുന്നു. അബൂക്ക ആചാളൊരു പുലിയാന്ന് കൊണ്ടിട്ടാ. സാർ, ആ നീലക്കാട് മയിലാടുംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ക്യാമറയിൽ ദുരൂഹ സാഹചര്യത്തിൽ പതിഞ്ഞ ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട്. സാർ, കാർ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? കാർ ഇവിടെ തന്നെ ഉണ്ട് സാറേ. കാർ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പല്ലേ? ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് സാർ. കളമശ്ശേരി ഭാഗത്തെ CCTV ക്യാമറകൾ മുഴുവൻ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇനി ഒരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ നിരീക്ഷണത്തിലെ കാർ ഒരു കാരണവശാലും പുറത്തു പോകുന്നു. നല്ല ശ്രദ്ധ വേണം. ആ ഫൂട്ടേജിൽ പതിഞ്ഞ ജോസഫ് എന്ന കക്ഷി നമ്മുടെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. ഓക്കെ, നിങ്ങൾ വിജിലന്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ സാർ. ചെയ്യായിരുന്നല്ലോ സാറേ. പലരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒന്നും വിശ്വസിച്ചില്ല. നിങ്ങൾ എന്നെ ശരിക്കും ഉപയോഗപ്പെടുത്തായിരുന്നല്ലേ? അബൂക്ക എന്നോട് ചാച്ചാ. മോനെ അബു വാ മോനെ വാ. അയ്യോ ചാച്ചനെണീക്കണ്ട, ഇരിക്കിരിക്കി. മോനെ ദേ ഇവിടെ ഇരിക്കി. കുറച്ചു ദിവസമല്ല മോനെ കിടക്കെ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കുറച്ച് തിരക്കിലായി പോയി. ലീവ് തീർന്നേ. ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. അതെല്ലേ? ചാച്ചനെ കണ്ട് യാത്ര പറയാൻ വേണ്ടിട്ട് വന്നതാണ്. ഇത്ര പെട്ടെന്ന് ലീവ് തീർന്നോ? 2 മാസം പോയതറിഞ്ഞില്ല. ഓഹോ. ഇനി അടുത്ത കൊല്ലം ലീവിന് വരുമ്പോ കാണാം. ജോസഫ് എന്ത് ചാച്ചാ? അവനിപ്പൊ തന്നെ വരും. പുറത്തേക്കും കണ്ട് കറങ്ങാൻ പോയേക്കാണ്. ചാച്ചനെ ഇപ്പൊ തീരെ കാണാറില്ല എന്ന് വാപ്പ പറഞ്ഞു. ഞായറാഴ്ച പള്ളി പോക്ക് മാത്രമേ ഉള്ളൂ. ജോസ്, നീ എവിടെയായിരുന്നു മോനെ ഇത്രയും നേരം? അബു എപ്പോ വന്നിരിക്കണതാ ഇവിടെ? എന്റെ അപ്പച്ച, ഞാൻ ക്യാസറ്റ് എടുക്കാൻ പോയതല്ലേ. ചുമയുടെ മോനെ അബു, അവന്റെ പുള്ളകളി മാറിയിട്ടില്ല. എപ്പോഴും ഒരു വക പെരുമാറ്റവും പോക്കും ഇടപാടും ഒക്കെയാ. ഒരു ഉത്തരവാദിത്വം ഇല്ല. പുള്ളകളി മാറിയിട്ടില്ല.
ഞാനൊരു വിസ ശരിയാക്കിയാലോ? അവൻ ഒരെണ്ണല്ലേ ഉള്ളൂ, ഞാനാണെങ്കിൽ വയസ്സായി. ഞാൻ നോക്കി വേണ്ടത് ചെയ്യാം. സഹായത്തിന് ഒരെണ്ണം വേണമല്ലോ. എപ്പോഴാ പോണേ? ഇന്ന് രാത്രിയാടാ. ഇന്ന് രാത്രി പോണേ? വണ്ടി ഞാൻ ഓടിക്കൂട്ടാ. അത് പിന്നെ പറയാനുണ്ട. പൊന്നു പോലെ എവിടെ ഇരുന്നേ, എവിടെ ഇരുന്നേ, ഇരുന്നേ ഒന്ന്. ഇത് സെറ്റ്. ഒന്ന് അവിടെ ഇരിക്കടാ, ഇവിടെ ഇരിക്കടാ. മോനെ അബു, എന്താ ചാച്ചാ? കയ്യിങ്ങ തന്നേ മോനെ. ഞാനെ എത്ര ആള് ജീവിച്ചിരിക്കുന്നു എനിക്ക് അറിയാൻ പാടില്ല. അടുത്ത നീ ലീവിന് വരുമ്പോഴേക്കും ആരൊക്കെ ഉണ്ടാവും ഒന്നും അറിയില്ല. മോനെ അബു, യവനൊരു കഥയില്ലാത്തവനാ. യവനെ നീ നോക്കിക്കൊള്ളണം. യവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം. അവനെ നീ നല്ല രീതിയിൽ കൊണ്ടുപോകണം കേട്ടോ. യവനൊരു കഥയില്ലാത്തവനാ. അത് പ്രത്യേകിച്ച് പറയണു ചാച്ചാ. ഞാൻ നോക്കിക്കോളാ ചാച്ചാ. പൂക്കാലമുണ്ടായിരുന്നു, ഒരു പൂക്കാലമുണ്ടായിരുന്നു. അതിരുകളില്ലാതെ മതിലുകളില്ലാതെ, അതിരുകളില്ലാതെ മതിലുകളില്ലാതെ പൂമുറ്റമുണ്ടായിരുന്നു, ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. പൂക്കാലമുണ്ടായിരുന്നു, ഒരു പൂക്കാലമുണ്ടായിരുന്നു. ഞാൻ നട്ട മുല്ലയിൽ നീ നനച്ചങ്ങനെ, ഞാൻ നട്ട മുല്ലയിൽ നീ നനച്ചങ്ങനെ. നമ്മുടെ പൂക്കൾ വിരിഞ്ഞിരുന്നു, നമ്മുടെ പൂക്കൾ വിരിഞ്ഞിരുന്നു. പൂക്കാലമുണ്ടായിരുന്നു, ഒരു പൂക്കാലമുണ്ടായിരുന്നു. ചേർന്ന് നിന്നിരുന്നു, ഹൃദയങ്ങളൊന്നായിരുന്നു. ഉത്തരങ്ങൾ ചേർന്ന് നിന്നിരുന്നു, ഹൃദയങ്ങളൊന്നായിരുന്നു. എന്നുമ്മ നിന്നമ്മയായിരുന്നു, എന്നുമ്മ നിന്നമ്മയായിരുന്നു. നിന്റെ അടുപ്പിലെ കഞ്ഞിക്ക് തൊടുകറി എന്നരക്കല്ലിൽ അരഞ്ഞിരുന്നു, എന്നരക്കല്ലിൽ അരഞ്ഞിരുന്നു. പൂക്കാലമുണ്ടായിരുന്നു, ഒരു പൂക്കാലമുണ്ടായിരുന്നു. അതിരുകളില്ലാതെ മതിലുകളില്ലാതെ, അതിരുകളില്ലാതെ മതിലുകളില്ലാതെ പൂമുറ്റമുണ്ടായിരുന്നു,
ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു, പൂക്കാലമുണ്ടായിരുന്നു, ഒരു പൂക്കാലമുണ്ടായിരുന്നു. ഇനിയും പുറത്തേക്ക് വരാം സാറേ. CRPC 186 ആണോ? ആ വക്കീലെ. ഏതാ കക്ഷി മനസ്സിലായില്ലേ? അത് അഡ്വക്കേറ്റ് മാധവ് കൈമൾ. ഓ, നമ്മുടെ മന്ത്രി ടിക്കാറിന്റെ കേസല്ലേ? അതെ. അബൂക്കറേ, പേരുപാടോ? കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞില്ലേ? മൊത്തം ചർച്ച അതല്ലേ? താൻ ഏതായാലും ഒന്ന് പുറത്തിറങ്ങാൻ നിൽക്കണ്ടോ? ജാഫർ ഉമ്മാടെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അല്ലേ? ഡിസ്ചാർജ് ആയി. ജാഫറിന്റെ കൂടെ പോയിട്ടുണ്ടോ? അത് നന്നായി. പുറത്തൊരു ജീപ്പും രണ്ടുപേരുണ്ടല്ലോ, എന്താ അറിഞ്ഞില്ലേ? അത് ഞാൻ കണ്ടായിരുന്നു. അവര് പുറത്ത് നിൽക്കട്ടെ, സീനത്ത് അറിയണ്ട. വാടോ കൈമളെ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഫയലെടുത്ത് നാളെ CGM-ലേക്ക് പറഞ്ഞേക്കുന്ന ഫയല് ഇതല്ലേ സാറേ? നീ ആദ്യം പറഞ്ഞ പോലെ അല്ലോ ഇപ്പൊ പറയുന്നേ. സാർ ജോസഫ് വന്നിട്ടുണ്ട്, വിളിക്കട്ടെ? ആ ശരി, അവനെ ഇങ്ങോട്ട് വിട്. ഇവരൊന്ന് പുറത്തേക്ക് ഇരുത്ത്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിവരം അറിയിക്കാം. അങ്ങോട്ട് കയറിയില്ല. താനിന്നലെ അർദ്ധരാത്രി ദുരൂഹ സാഹചര്യത്തിൽ ആ കാടിന്റെ ഉള്ളിൽ കാറിട്ട് തൽക്കാലം പോയിക്കോ, ഞാൻ വിളിപ്പിക്കുമ്പോ വന്നേക്കണം. എന്റെ മാധവേ. ശരി സാറേ. ഇത് നമ്മുടെ അശോകന്റെ സ്ഥലത്തിന്റെ കേസല്ലേ? അതെ അതെ സാറേ. ആ സഹോദരങ്ങൾ തമ്മിലാ നടക്കും. വില്ലേജിൽ സ്കെച്ച് എടുത്തിട്ട് നമ്മൾ തന്നെ നടക്കേണ്ടി വരും. ഇതിന്റെ ഇടയിൽ സ്ഫോടനവും നീല കാറും. ഇയാളല്ലേ ആ ഹാജിയാരുടെ കാരണമല്ല? യഹോവ എന്ന യഹൂദികൾ ആരാധിക്കുന്ന ദൈവവും യഹോവ സാക്ഷികളുടെ ദൈവവും തമ്മിലുള്ള സാമ്യം പലസ്തീൻ അനുകൂല സംഘടനകൾ തിരിച്ചറിഞ്ഞതിൽ നിന്നാണ് ഈ ഭീകര പ്രവർത്തനം നടത്താൻ. കേട്ടില്ലടോ ടിവിയിലെ ചർച്ച. ആരാ എന്താന്നറിയണതിന് മുമ്പ് തന്നെ സമുദായത്തിന്റെ തലയിൽ ചാർത്തി കുറ്റം. പൊതുബോധം അങ്ങനെ നിർമ്മിച്ചു വെച്ചേക്കല്ലേ? വെറുപ്പിന്റെ കച്ചവടം പൊടി പൊടിക്കല്ലേ? ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഈ ഹലാക്കിന്റെ വെറുപ്പ് രാഷ്ട്രീയം നമ്മുടെ നാടിനെ എവിടെ കൊണ്ടെത്തിക്കോ? വലിയ സാംസ്കാരിക നായന്മാരും പിന്നെ ചാനലുകാരും അത് ഏറ്റെടുത്ത് ദേശീയ വിഷയമാണ്. അതെ. ദാ വാടകയുടെ ചെക്ക്. വക്കീല് മധുരമുള്ളൊന്നും കഴിക്കൂലല്ലോ, ഒരു ചായ എടുക്കട്ടെ? ബീവി, ഒരു ഗ്ലാസ് വെള്ളം മതി. ആ ആയിക്കോട്ടെ. ചെക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചേക്ക്. പിന്നെ താൻ ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ടെ. എന്തെന്നാണോ ഇതൊക്കെ? 30-35 കൊല്ലമായിട്ട് ഞാൻ ഈ വേഷം കെട്ടി നടക്കുന്നതേ വെറുതെ അല്ല. ഇവിടെ മനുഷ്യന് നീതി കിട്ടുമോന്ന് അറിയണമല്ലോ. ഒപ്പിട്. ഇതൊക്കെ ഇപ്പോൾ കിട്ടിയ വാർത്ത, സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റുകൊടുത്തുകൊണ്ട് ഒരാൾ വന്നിരിക്കുന്നു. ഞാനാണ് മാക്സിം. ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. കാര്യങ്ങളിലാകെ മാറി മറിയുകയാണ്. നാം പ്രതീക്ഷിച്ചതുപോലെ അല്ല റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാലും എന്റെ വക്കീലെ, ഒരു അനിഷ്ട സംഭവം നടന്നിട്ട് അതിന്റെ ബാക്കിയായി ആശ്വാസവും സമാധാനവും തോന്നുന്നുണ്ട്. ഗതികേട്. അസ്തഗ്ഫിറുല്ലാഹ്. ഒരു മുസ്ലിം പേര് വരാതെ ഈശ്വര നീ കാത്തു. വല്ല മായിനോ മറ്റോ ആയിരുന്നെങ്കിൽ ഹായ്. ഇതുവരെ ചാനലിൽ വന്നിരുന്ന് വിഷം ഛർദിച്ച സാംസ്കാരിക നായകന്മാരെ എന്ത് വിളിക്കണോടോ? ഇവന്മാരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പണം. നാട് നശിപ്പിക്കാൻ ഈശ്വര നീ തന്നെ രക്ഷ. അവരോടെന്ത് പറയാൻ? പൊതുബോധം അങ്ങനെ നിർമ്മിച്ചു വെച്ചേക്കല്ലേ ബലാലുകള്. താനാ വക്കാലത്ത് ഇങ്ങനെ തന്നെ. എന്താണോ ഇത്? ഒരു ഇസ്ലാമോഫോബിയ വെറുപ്പിക്കാൻ. വാടോ, പുറത്തുപോയി കുറച്ച് കാറ്റുള്ള വ്യാപിച്ചേക്കാം. ബാബുവേ, എന്തിനാ എമർജൻസി ആയിട്ട് വിളിച്ചെന്താന്നാ?
ജോസേട്ടനായി പോയി. ഈ സാധനം ഓർമ്മയുണ്ടാ? എന്റെ മാതാവേ, ജോസേട്ടൻ എല്ലാവരും നിങ്ങട്ടതാ കാണിച്ചു തന്നെ. എനിക്ക് കിടന്ന് കുടുങ്ങിയപ്പോ അതെടുത്ത് ഒതുക്കി വെച്ച്, അതാണ് കാണാണ്ട് പോയത്. നിർത്തിയത് കറക്റ്റ് ക്യാമറയുടെ മുമ്പിൽ. ബുക്കാടെ കയ്യിലെങ്ങനെ ഇത് കിട്ടിയായിരുന്നെങ്കിലോ? വേണ്ട വേണ്ട വേണ്ട, കയ്യിലിരിക്കട്ടെ. ഇന്ന് അല്ലാണ്ട് ഒരു തീ പകലാണ്. എനിക്ക് അബൂഖാനൊന്ന് പെട്ടെന്ന് കാണണോടാ. ഞാൻ പോട്ടേടാ. ജോസേട്ടാ ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഇല്ലടാ ബാബു, ഇന്ന് എനിക്ക് ഒന്നും അറിയൂല. എനിക്ക് അബൂഖാൻ എങ്ങനെയാണ് കാണുന്നപ്പ. സാർ, സുരേഷാണ് സാർ. ഞാൻ ജോസഫിനെ വിളിപ്പിച്ചിരുന്നു സാർ. അതില് വലിയ ദുരൂഹതയൊന്നുമില്ല സാർ. ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ ഉള്ള ഫുട്ടേജിലൊന്നും അയാളുടെ കാറില്ല സാർ. ഓക്കെ സാർ, ഞാൻ അന്വേഷിക്കാം സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. ദേ ജോസ്, എന്താടോ തന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല. എന്താടോ തനിക്ക് പറ്റിയത്? ഒന്നുമില്ല. എന്താടാ നിനക്ക് പറ്റിപ്പോയത്? എന്താ ഇവന് പറ്റിയത്? എന്നാലും എന്റെ അബൂക്ക, എന്തൊക്കെയാ ഞാൻ ചിന്തിച്ചു കൂട്ടിയത്? എന്നോട് പൊറുക്കണ അബൂക്ക. എന്തായാലും നിനക്കിപ്പോ കാര്യം തിരിഞ്ഞല്ലോ. നീ സങ്കടപ്പെടാണ്ടിരി. ഒന്നും നിന്റെ കുറ്റമല്ല. ശരിയാണ് അബൂക്ക. സഭ പോലും അംഗീകരിക്കാത്ത കുറെ സംഘടനകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണോ മാതാവേ സോഷ്യൽ മീഡിയയിൽ പഠിച്ചു വരുന്നത്. ഇത്ര അടുപ്പത്തിൽ കഴിഞ്ഞിരുന്ന നമുക്കിടയിലേക്ക് സംശയം ഉണ്ടാക്കാൻ ഈ സാധാരണമാർക്ക് കഴിഞ്ഞെങ്കിൽ നാട്ടിലെ മനുഷ്യന്മാരെ തെറ്റിക്കാൻ ഇവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? എന്റെ മാതാവേ, എന്റെ മാതാവേ. നീ സമാധാനപ്പെട്. ഈ വിഷയത്തൊക്കെ നിലക്ക് നിർത്താൻ നാട്ടിൽ നിയമങ്ങളില്ല വക്കീലേ. നിയമത്തിന്റെ വഴിക്ക് തന്നെ നമുക്ക് നോക്കാം, പേടിക്കണ്ടോ. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ആർക്കെങ്കിലും പറ്റൂടാ. അതെ, സീനത്ത് കുറെ നേരമായി വിളിക്കണം. നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. വാടാ ജോസഫേ, വാ. മാക്സിൻ എന്നൊരാൾ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെങ്കിലും ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ചിലത് പറയാതെ വയ്യ. ഉദാഹരണത്തിന്, യഹോവ സാക്ഷികളും യഹൂദരും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് ശ്രീ രാജസിംഹൻ വാചാലനാവുന്നത് കേട്ടു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം മിഥ്യകൾ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഒന്നല്ല, വ്യത്യസ്ത വിശ്വാസധാരയാണ് ഇരുവർക്കുമുള്ളത്. പക്ഷേ ഈ അനിഷ്ട സംഭവത്തെ ഫലസ്തീനുമായി ബന്ധിപ്പിക്കുവാൻ താങ്കൾ നടത്തിയ വ്യാജ ശ്രമം കേരള സമൂഹത്തിന് ഏൽപ്പിക്കുന്ന മാരക പരിക്കുകളെ കുറിച്ച് താങ്കൾ ബോധവാനാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ പറയട്ടെ. സത്യത്തിന് മറ്റെന്തിനേക്കാൾ വില കൽപ്പിക്കുന്ന ഞങ്ങളെ പോലുള്ളവർ ഈ ലോകത്തുള്ളിടത്തോളം കാലം താങ്കളെയും താങ്കളെ പോലെയുള്ളവരുടെയും ഇത്തരം ശ്രമങ്ങൾ ഒരു വിധത്തിലും ഫലവത്താകാൻ പോകുന്നില്ല. ഇന്നത്തെ ദിവസം വല്ലാത്ത തീപ്പകലായി പോയി. നല്ല വെറുംചോറ് ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. തൽക്കാലം ഇതും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യിട്ടാ. പുറത്ത് രണ്ട് ചേട്ടന്മാരെ ഉണ്ട്, അവരെ കൂടെ ഇങ്ങോട്ട് വിളിച്ചോ. എന്നുള്ള ചോദ്യവും ഇതിനോട് GCCയിലേക്കും അന്വേഷണം വ്യാപിച്ചേക്കാം, അല്ലെങ്കിൽ അതിനുള്ള അന്വേഷണം വരുന്നുണ്ട്. പോട്ടെ. അതെ അതെ അതെ, അതാരാ പുറത്ത്? പോലീസേ. അല്ലാ, പോലീസാ? എന്തിനാത്? അതെനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ വന്നത്. ഈ പൂകിലൊന്നും സീനത്ത് അറിഞ്ഞില്ല. ഞാൻ ആ ചാനൽ വരികോട്ടെ. ചാനൽ ഇല്ലെങ്കിൽ ഇവന്മാരുടെ വെളുപ്പിക്കൽ ചർച്ചകൾ കേൾക്കേണ്ടി വരും. ഒന്നും അങ്ങോട്ട് ഓടാവണല്ലോ പോക്കറെ. വക്കീലേ, ജോസിനൊന്ന് നോക്കിയേ. അവൻ ഇവിടെയെങ്കിലും അല്ലേ? കൂട്ടുകാരൻ സ്റ്റേഷനിൽ കയറിയത് താൻ അറിഞ്ഞില്ലേ? ഇവനാ? പിന്നെ അല്ലാതെ ആരാ? അതാണ് ഇവന്റെ പ്രശ്നം. എന്നിട്ട് എന്താടാ നീ എന്നെ അറിയിക്കാഞ്ഞേ? അപ്പൊ എന്തോ തീരുമാനിച്ച മട്ടിലാണല്ലോ ജോസ്. അതൊക്കെ പിന്നെ പറയാ പൂക്ക. ആ ബോലവനാണ് താക്കോലും കൂടെ തന്നെയാ പൂക്ക. എന്താടാ പെട്ടെന്ന് ഇങ്ങനെ? ഇന്നത്തെ ചായ എന്റെ വീട്ടിൽ നിന്ന് നിങ്ങക്ക് രണ്ടുപേർക്കും. ഇത്തിരി വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോവാ. നീ ഇരിക്കേ. എന്താ വക്കീലെ, ഇന്ന് അങ്ങനെയല്ലേ? ഇപ്പോഴല്ലേ നമ്മള് ഭക്ഷണം കഴിച്ചത്. അതൊന്നും അല്ല വക്കീലെ. അബൂക്ക, ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ചതിച്ചോരുണ്ട്. എന്നെ ഈ നമ്മളെ രണ്ടുപേരും തെറ്റിക്കാൻ വേണ്ടി പലതും പറഞ്ഞ് എന്നെ തെറ്റിച്ചോരുണ്ട്. അവരുടെ മുമ്പിൽ കൂടി നമുക്ക് 3 പേർക്ക് ആ നീല കാറിൽ പോകണം വക്കീലെ. അബൂക്ക, നമുക്കപ്പൊ ഇന്ന് ഒരുമിച്ച് എന്റെ വീട്ടിൽ കൂടാം. എന്നാ ആയിക്കോട്ടെ. ഇവന്റെ ഒരു കാര്യം സമാധാനപ്പെടാതെ എന്തിനാ അബൂക്ക സമയം കളയണേ? നമുക്കിപ്പൊ അങ്ങോട്ട് പോകാന്നേ. പോയി കളയാം. എന്താ വക്കീലെ? അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പോകാം.
മോളിയേ നബൂക്കായും വക്കീലും കൂടി ചായ കുടിക്കാൻ വന്നുണ്ട്. ഞങ്ങൾ ഉണ്ടാവട്ടെ ചായ കുടിക്കാൻ. എന്താന്ന് വെച്ചാൽ നീ ഉണ്ടാക്കിയാ മതി. ഉള്ളത് മതി. ശരി എന്നാ ഓക്കെ. ആ പോകാല്ലേ? ദേ വന്നടാ ഇവന്റെ ഒരു തിരക്ക്. ഉത്തരങ്ങൾ ചേർന്ന് നിന്നിരുന്നു, ഹൃദയങ്ങളൊന്നായിരുന്നു. അബൂബക്കറും ജോസഫും കൈമളും ചില പ്രതീകങ്ങളാണ്. തലമുറകളിൽ നിന്ന് പരന്നൊഴുകിയതാണ് നമ്മളുടെ ഈ സൗഹൃദങ്ങൾ. അത് വിഷലിപ്തമാക്കാൻ അതിരുകൾ തീർക്കുന്നവർ എന്നും നിരാശപ്പെടുക തന്നെ ചെയ്യും. ഇത് സ്നേഹത്തിന്റെ സുഗന്ധമുള്ള കേരളമാണ്, നമ്മുടെ കേരളം. അരഞ്ഞിരുന്നു എന്നരക്കല്ലിൽ അരഞ്ഞിരുന്നു പൂക്കാലമുണ്ടാ